ജന്തർ മന്ദിറിൽ നടന്ന CJP പ്രതിഷേധത്തിൽ മാവോയിസ്റ്റ് നേതാവും പങ്കെടുത്തു. 2014 മഹാരാഷ്ട്ര ATS അറസ്റ്റ് ചെയ്ത അരുൺ ഭേൽക്കെയാണ് പാറ്റ സമരത്തിൽ പങ്കെടുത്തത്. പാറ്റാക്കൂട്ടം നടത്തിയ പ്രതിഷേധത്തിന്റെ മറവിൽ ജിഹാദികളും മാവോയിസ്റ്റുകളുമൊക്കെ മുതലെടുപ്പിന് ശ്രമിച്ചു എന്നതിന്റെ കൂടുതൽ തെളിവുകളാണ് പുറത്തുവരുന്നത്. CJPയുടെ പ്രതിഷേധത്തിനിടെ പാർലമെന്റ് ആക്രമിക്കാൻ പ്രതിഷേധത്തിൽ പങ്കെടുത്ത മാവോയിസ്റ്റ് അരുൺ ഭേൽക്കെ ആഹ്വാനം ചെയ്തു എന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. 2022 ഡിസംബറിൽ പൂനെ സ്പെഷ്യൽ ATS കോർട്ട് ഇദ്ദേഹത്തെ 8 വർഷം തടവിന് ശിക്ഷിച്ചിരുന്നു. UAPA ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയായിരുന്നു ശിക്ഷ. ഇങ്ങനെ ശിക്ഷിക്കപ്പെട്ട മാവോയിസ്റ്റ് CJPയുടെ പരിപാടിയിൽ എന്തിന് പങ്കെടുത്തു എന്നതിൽ വിശദീകരണം CJP നേതൃത്വമാണ് നൽകേണ്ടത്. ജന്തർ മന്ദറിൽ അരങ്ങേറിയ പാറ്റ പ്രതിഷേധത്തിന്റെ മറവിൽ പാക് ഭീകര സംഘടനകൾ ആക്രമണത്തിന് പദ്ധതിയിട്ടെന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ജൂലൈ 20-ന് CJP ആഹ്വാനം ചെയ്ത പാർലമെന്റ് മാർച്ചിന്റെ മറവിൽ വൻ ആക്രമണമാണ് രാജ്യതലസ്ഥാനത്ത് അരങ്ങേറിയത്. ഈ ആക്രമണം ആസൂത്രിതമായിരുന്നെന്ന സംശയം ബലപ്പെടുത്തുന്നതാണ് മാവോയിസ്റ്റ് ജിഹാദി സാന്നിധ്യം സംബന്ധിച്ച വിവരങ്ങൾ. CJPയുടെ സാമ്പത്തിക ഇടപാടുകളിൽ പോലും വിശ്വാസയോഗ്യമായ വിശദീകരണം നൽകാൻ CJP നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. ജനം, ഡൽഹി.